ഈ അനുസ്മരണ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ സുരേന്ദ്രൻ കരിപ്പുഴ, ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ റസാഖ് പാലേരി, ഇവിടെ എത്തിയിട്ടുള്ള ശ്രീ അബൂബക്കർ, ശ്രീ ജയസൂര്യ, ശ്രീ തുളസീധരൻ പള്ളിക്കൽ, കെ സുരേഷ്, കെ ജിൻഷു, കെ സജീവ്, ഡോക്ടർ കെ വാസു, രേണുകുമാർ, അഡ്വക്കേറ്റ് അനൂപ്, മുഹമ്മദ് സയ്യിദ്, കെ സന്തോഷ് കുമാർ, കെ ബിജു, സാബിർ യൂസഫ്, യു നവാസ്, അതുപോലെ ഇവിടെയുള്ള കെ സാദിഖ്, ജില്ലാ പ്രസിഡന്റ് വെൽഫെയർ പാർട്ടിയുടെ, അതുപോലെ നമുക്ക് സ്വാഗതം ആശംസിച്ച അർച്ചന ഉൾപ്പെടെ, നിസാം ഉൾപ്പെടെയുള്ള ബഹുമാന്യരെ, കൊച്ചേട്ടനെ പറ്റി നമ്മുടെ കോട്ടയം ജില്ലക്കാർക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ദളിത് സമൂഹത്തിന്റെയും അതുപോലെ തന്നെ അവഗണന അനുഭവിക്കുന്ന മറ്റു സമൂഹങ്ങളുടെയും ഉന്നമനത്തിനായി അദ്ദേഹത്തിന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. നമുക്കെല്ലാം അറിയാം അദ്ദേഹത്തിന്റെ പോക്ക് എങ്ങനെയായിരുന്നു. നല്ലൊരു ഗ്രന്ഥകാരനായിരുന്നു. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ആത്മകഥ ദളിതനുള്ളത് വായിച്ചാൽ അറിയാം. അദ്ദേഹം ചെറുപ്പകാലങ്ങളിലും അദ്ദേഹത്തിന്റെ വഴികളിലും അദ്ദേഹം അനുഭവിച്ച വേദനകളും യാതനകളും അതിൽ വളരെയധികം വിവരിക്കുകയുണ്ടായി. അദ്ദേഹം ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലെ ജോലിക്കാരനായിരുന്നു. ആ സമയത്ത് പോലും ജാതീയമായ ഒരു മാറ്റി നിർത്തൽ, അദ്ദേഹം ഒരു അവഗണന അദ്ദേഹം അനുഭവിക്കുകയുണ്ടായി. അതിനൊക്കെ എതിരായിട്ട് വളരെ ശക്തമായ രീതിയിൽ അദ്ദേഹം എഴുത്തിൽ കൂടിയും അദ്ദേഹത്തിന് വളരെയധികം ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതുകയുണ്ടായി. അതിൽ കൂടി എല്ലാം വളരെ നന്നായി ഈ സമൂഹത്തെ മാറ്റിമറിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനങ്ങളുമായിട്ടായിരുന്നു കൊച്ചേട്ടൻ പോയത്. അദ്ദേഹത്തിന്റെ അവസാന നമുക്കറിയാം, അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ വീട്ടിൽ സന്ദർശിച്ചവരും അതുപോലെ ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ അദ്ദേഹത്തിന് നൽകിയ ഇമ്പോർട്ടൻസ് കാണുമ്പോൾ അറിയാം അദ്ദേഹം എത്രമാത്രം ഈ കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. നമുക്കറിയാവുന്ന പോലെ അദ്ദേഹം ലഹ ഗോപാലന്റെ കൂട്ടത്തെ നേരത്തെ ഇവിടെ നമ്മുടെ അധ്യക്ഷ പ്രസംഗത്തിനും അതുപോലെ ഉദ്ഘാടനവും എല്ലാം പറഞ്ഞ പോലെ എല്ലാത്തിലും അദ്ദേഹം ഒരു സമരനായകനായിട്ട് ആ ചങ്ങസമരത്തിലുമാണേലും അതുപോലെ മറ്റുള്ള സമരങ്ങളിലാണേലും അദ്ദേഹം ഇൻവോൾവ് ചെയ്യുകയുണ്ടായി. ഏത് കാര്യത്തിലും അടിച്ചു നോക്കി. എനിക്ക് തോന്നുന്നത് ഒറ്റ കാര്യത്തിൽ ഒഴിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഈ സിൽവർ ലൈൻ റെയിൽവേയുടെ കാര്യത്തിൽ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും അദ്ദേഹം ആദ്യകാലങ്ങളിൽ നക്സലൈറ്റ് ആശയങ്ങളോട് ആഭിമുഖ്യം പുലർത്തുകയും പിന്നെ ഇടതുപക്ഷ അവിടെ നിന്നെല്ലാം മാറി വീണ്ടും അദ്ദേഹത്തിൻ്റെതായ ഒരു വഴിയിൽ കൂടി അങ്ങനെ പോകുമ്പോഴായിരിക്കും അദ്ദേഹം ഈ സിൽവർ ലൈനിനെയൊക്കെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന പോലെ. എന്ന് വെച്ചാൽ അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ ഒരുപാട് ഫണ്ട് വരുമ്പോൾ ഒരുപാട് പേർക്ക് ജോലി കിട്ടും, അങ്ങനെ ഒരുപാട് ജനങ്ങൾക്ക് തൊഴിൽ കിട്ടും എന്നുള്ള ഒരു ആശയത്തിന്റെ പേരിലായിരിക്കാം അദ്ദേഹം അത് സപ്പോർട്ട് ചെയ്ത് അതിനെ അദ്ദേഹത്തെ ഒരുപാട് വിമർശിക്കുകയൊക്കെ ഉണ്ടായി. എങ്കിൽ പോലും ദളിതരുടെ ഉന്നമനത്തിനായി ജീവിതകാലം മുഴുവൻ ഫൈറ്റ് ചെയ്ത ഒരു യോദ്ധാവായിരുന്നു കൊച്ചേട്ടൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ വിയോഗം ഈ നാടിൽ മാത്രമല്ല, നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരള സംസ്ഥാനത്തെ ദളിതും അതുപോലെ അവഗണന അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കുമെല്ലാം കുറെയൊക്കെ ഉന്നതി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു കാരണം കൊച്ചേട്ടനെ പോലെയുള്ള ആൾക്കാരുടെ പ്രവർത്തനമായിരുന്നു എന്ന് നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കുകയില്ല. അദ്ദേഹം ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്ന് നമുക്കറിയാം എല്ലാത്തിലും ജാതി കാണുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ പോലെയുള്ള മഹാന്മാരുടെ വിടവ് ഒരു നികത്താനാവാത്ത നഷ്ടം തന്നെയാണ്. അദ്ദേഹം ഇല്ലാതാകുന്നത് ഇവിടുത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിന്റെ ഒരു വലിയ നഷ്ടമാണ് എന്ന് പറയാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. അദ്ദേഹം നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞു പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടും അതുപോലെ തന്നെ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്ന ദളിത് വിഭാഗങ്ങൾ അതുപോലെ അവഗണിക്കപ്പെട്ട വിഭാഗങ്ങൾ താഴെക്കിടയിലുള്ള ജനവിഭാഗങ്ങൾക്കും എല്ലാം വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ വളരെ ശക്തമായി പോരാടി. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കൂടെ അദ്ദേഹത്തിന്റെ വിചാരങ്ങൾ കൂടി അദ്ദേഹം പോരാടിക്കൊണ്ടിരുന്നത് അതൊരു വലിയ നഷ്ടമാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അദ്ദേഹത്തോടുള്ള ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.